പഠിച്ച കാര്യങ്ങള് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. സിമ്പിൾ ആക്കി ഷോർട്ട് ആക്കിയിട്ട് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, നമ്പേഴ്സ്, പിന്നെ നമ്പർ സിസ്റ്റം, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പെർഫെക്റ്റ് നമ്പർ പഠിച്ചു, പിന്നെ ട്രാൻസ്ജെൻഡർ നമ്പേഴ്സ് പഠിച്ചു, പിന്നെ പ്ലേസ് വാല്യൂ പഠിച്ചു, ഇന്റീജേഴ്സ് പഠിച്ചു, പിന്നെ പ്ലേസ് വാല്യൂ പഠിച്ചു, ഫേസ് വാല്യൂ പഠിച്ചു, പിന്നെ അബ്സല്യൂട്ട് വാല്യൂ പഠിച്ചു, കേവല പഠിച്ചു. കേവല വില എന്താണെന്ന് അറിയാം. കേവല വില എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സംഖ്യയുടെ ചിഹ്നം മാറ്റി സംഖ്യ മാത്രം എഴുതുന്നതിനെ പറയുന്ന പേരാണ് കേവല വില. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനവില. 1, 10, 100, 1000, 10000 ഇതിൽ ഏത് സ്ഥാനത്താണോ ആ സംഖ്യ കിടക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നതാണ് സ്ഥാനവില. പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ പറഞ്ഞത് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് ഫേസ് വാല്യൂ. അതിപ്പോ ഏത് നമ്പറിലായാലും ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. പിന്നെ പഠിച്ചെന്താണ്? പിന്നെ നേരെ ഡിവിസിബിലിറ്റിയിലോട്ടാണ് വന്നത്. ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡിവിസിബിലിറ്റിയിലോട്ടാണ് വന്നത്. ഓക്കെ, പിന്നെ പഠിച്ചത് ഡിവിസിബിലിറ്റി അല്ലേ? 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി പഠിച്ചു. ട്രാൻസെൻഡന്റൽ നമ്പർ പഠിച്ചായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഇത്രയാണ് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. കോ പ്രൈം പഠിച്ചായിരുന്നു അല്ലെ? റാഷണൽ, ഇറാഷണൽ എല്ലാം പഠിച്ചു. ഓക്കെ, പിന്നെന്ത് പഠിച്ചായിരുന്നു? പെർഫെക്റ്റ് നമ്പറും പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ, നിസർഗ സംഖ്യ എന്താണെന്ന് അറിയാമോ? നിസർഗ സംഖ്യ, നിസർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എത്ര പേര് കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കട്ടെ. എന്താണ് നിസർഗ സംഖ്യ? യെസ്, നിസർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? എണ്ണൽ സംഖ്യകളെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? നിസർഗ സംഖ്യകൾ. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു. അപ്പൊ 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി വരെ പഠിച്ചു തീർത്തേക്കുന്നത്. ബാക്കി പഠിക്കാം നമുക്ക് അല്ലെ? ബാക്കി 4ന്റെ ഡിവിസിബിലിറ്റി തൊട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 4ന്റെ ഡിവിസിബിലിറ്റി പഠിക്കാം. അപ്പൊ ഞാൻ 2ന്റെ ഡിവിസിബിലിറ്റി പഠിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2ന്റെ ഡിവിസിബിലിറ്റി പറഞ്ഞ സമയത്ത് അവസാന ഡിജിറ്റ് ഈവൻ നമ്പർ ആയിരിക്കണം അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, ഓക്കെ, അവസാനത്തെ ഒരു ഡിജിറ്റിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത് അല്ലേ? അത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2ന്റെ ഡിവിസിബിലിറ്റി പറയുന്ന സമയത്ത് അവസാനത്തെ ഒരക്കം നോക്കണം. ഇനി 4ന്റെ ഡിവിസിബിലിറ്റി പഠിക്കുന്ന സമയത്ത് എന്ത് നോക്കണം? അവസാനത്തെ 2 അക്കം നോക്കണം. ഓക്കെ, അപ്പോൾ 2ന്റെ ഡിവിസിബിലിറ്റി പഠിക്കുന്ന സമയത്ത് അവസാനത്തെ ഒരക്കം നോക്കണം. 4ന്റെ ഡിവിസിബിലിറ്റി പഠിക്കുന്ന സമയത്ത് അവസാനത്തെ 2 അക്കം നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഓക്കെ, ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 4. ഡിവിസിബിലിറ്റി ബൈ 4. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് if the last 2 digits of a number is divisible by 2. അമ്പാനെ അത് ഓഫ് ചെയ്യാൻ പറ. if the last 2 digits of a number is divisible by 2, divisible by 2 അല്ല divisible by 4, then the number is divisible by 4. അതായത് if the last 2 digits of a number is divisible by 4, then the number is divisible by 4. അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിൽ 4 കൊണ്ടും ഹരിക്കാൻ പറ്റും. ഓക്കെ, അതാണ് എന്തിന്റെ ഡിവിസിബിലിറ്റി റൂള്? 4ന്റെ ഡിവിസിബിലിറ്റി റൂള്. ഞാൻ ചുമ്മാതെ ഒരു സംഖ്യ എഴുതുകയാണ്. ഇഷ്ടമുള്ളൊരു സംഖ്യ, നിങ്ങളൊരു സംഖ്യ പറഞ്ഞു, നിങ്ങൾ തന്നെ ഒരു സംഖ്യ പറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് കമന്റിൽ പറയുന്ന സംഖ്യ ഞാൻ ബോർഡ് എഴുതുന്നതായിരിക്കും. ഇഷ്ടമുള്ളൊരു സംഖ്യ പറഞ്ഞു. ഓക്കെ, 469. ഈ 469 എന്തായാലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം ഇല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കൂടെ
ഞാനൊരു 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വേറൊരു സംഖ്യ നമുക്കറിയാമല്ലോ. 16 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലേ? അല്ലേ? 16 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ 16 അങ്ങ് ഇടുകയാണ്. ഇതിന്റെ കൂടെ ഒരു 16 ഇടുക. 469 16. ഇപ്പൊ ഒരു വലിയ സംഖ്യ ആയല്ലോ. 469 16. വലിയൊരു സംഖ്യ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന വെച്ച് അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ മൊത്തത്തിലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. 4 എന്ത് വരും? ഒരു 4 4 വരും, അല്ലെ? 4 40, 11 4 44 വരും. 2 വരും 29 വരും. 7 4 28, 8 1 വരും 11, 2 8 3 വരും 36 വരും, 9 6 36. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 11,729. 11,729. 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയല്ലോ, ഇല്ലേ? കാരണം നമുക്ക് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. 469 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു 16 ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഇതിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയല്ലോ, 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയല്ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ആ സംഖ്യ മൊത്തത്തിൽ 4 കൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ രണ്ടക്കം മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്തേ. 2 ക്വസ്റ്റ്യൻ എഴുതാം. പെട്ടെന്ന് ആണോ അല്ലയോ എന്ന് പറയണം. നാല് കൊണ്ട് പറ്റുമല്ലോ എന്ന് പറയണം. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് സംഖ്യകളെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയണം. ഈ രണ്ട് സംഖ്യകളെയും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയണം. പറ്റും. രണ്ട് സംഖ്യകളെ പറ്റുമോ അതോ ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണോ? ആദ്യം രണ്ടെണ്ണത്തിനെ പറ്റുമെങ്കിൽ 2 എസ് ഇടുക. രണ്ടെണ്ണത്തിനെ പറ്റുമെങ്കിൽ 2 എസ് ഇടുക. ആദ്യത്തെ പറ്റും, രണ്ടാമത്തെ പറ്റത്തില്ലെങ്കിൽ യെസ് നോ ഇടുക. രണ്ടും പറ്റത്തില്ലെങ്കിൽ നോ നോ ഇടുക. ഓക്കെ, ഓക്കെ ഓക്കെ എതിരെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ആദ്യത്തേനെ പറ്റും, രണ്ടാമത്തേനെ പറ്റത്തില്ല, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ അപ്പോൾ അത് തന്നെ. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ആൻസർ തന്നെ. അപ്പൊ അതാണ് 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ. എന്താണ് 4ന്റെ ഡിവിസിബിലിറ്റി റൂള്? അവസാനത്തെ രണ്ടക്കം എന്ന് പറഞ്ഞാൽ 32. 32നെ 4 കൊണ്ട് പറ്റും, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 32നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യയെ മൊത്തത്തിലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി അവസാനത്തെ 18 നോക്കിയേ. 18നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 18നെ 4 കൊണ്ട് പറ്റില്ല. 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തിലും 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? 4ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായോ? ഓക്കെ, അടുത്തതിലോട്ട് പോകാലോ. 5ലോട്ട് പോകാമല്ലോ. ഓക്കെ, 5ലോട്ട് പോകാം. 5ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എല്ലാരും 7ന്റെ ഡിവിസിബിലിറ്റി പഠിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും അല്ലെ? 7ന്റെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് 7 പോവാം. അപ്പൊ അടുത്ത 5ലോട്ട് പോവാം. 5ന്റെ കുറെ 4ന്റെ ഓക്കെ ആണല്ലോ അല്ലെ? യെസ്, അവസാന സംഖ്യ 5 or 6. യെസ്, ഡിവിസിബിലിറ്റി ബൈ 5. 5ന്റെ ഡിവിസിബിലിറ്റി എല്ലാവർക്കും അറിയാലോ. 5ന്റെ ഡിവിസിബിലിറ്റി എന്ത് നോക്കിയാൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് 0 or 5. അവസാന അക്കം 0 or 5 വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 or 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. എക്സാമ്പിൾ 10. 10നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 15 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 1125 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2330 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 1176 പറ്റില്ല. 1176നെ പറ്റത്തില്ല, ഹരിക്കാൻ പറ്റത്തില്ല.
കാരണം ലാസ്റ്റ് ഡിജിറ്റ് എന്തല്ല, 0 അല്ല 5 അല്ല. 237 പറ്റത്തില്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അവസാന അക്കം 5 അല്ല 7 അല്ല. അപ്പൊ 5ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായല്ലോ. അവസാന അക്കം 5ഓ 0 ആണെങ്കിൽ, 5ഓ 0ഓ ആണെങ്കിൽ ആ സംഖ്യ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അടുത്തതിലോട്ട് പോകാം. നമുക്ക് ആറിനകത്തോട്ട് പോകാം അല്ലേ? ആറിലോട്ട് പോകാം. ആറ് സ്പീഡുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ 6ന്റെ പഠിക്കാം. 6ന്റെ യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ 6ന്റേത് പഠിക്കാം നമുക്ക്. 6ന്റേത് പഠിക്കാൻ വേറൊന്നുമില്ല. 6 പറഞ്ഞാൽ 2 ഗുണം 3 ആണല്ലോ. 6 പറഞ്ഞാൽ 2 ഗുണം 3 ആണ്. അപ്പൊ 6ന്റേന് വേറൊന്നും ചെയ്യണ്ട. 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ ആ സംഖ്യ എത്ര കൊണ്ടും പറ്റും? 6 കൊണ്ടും പറ്റും. 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ ആ സംഖ്യ 6 കൊണ്ടും പറ്റും. അപ്പൊ ഈ 2 ഗുണം 3 എന്ന് എഴുതുന്നതിൽ ഒരു ഇതുണ്ട്. ഇങ്ങനെ എഴുതുന്ന ആ രണ്ട് സംഖ്യകൾ എന്തായിരിക്കണം? ആ എഴുതുന്ന ആ രണ്ട് സംഖ്യകളും കോപ്രൈം ആയിരിക്കണം കേട്ടോ. ഗ്രീഷ്മ ലാസ്റ്റ് 2 ഡിജിറ്റ് 00 വന്നാൽ പറ്റും. ലാസ്റ്റ് 2 ഡിജിറ്റ് 00 വന്നാൽ പറ്റും, ഉറപ്പായിട്ടും പറ്റും. കാരണം 00 ആയ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ആ സംഖ്യയും പറ്റും. വേണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണോ? ഓക്കെ ആണല്ലോ. കാരണം എന്താ അറിയാ ഗ്രീഷ്മ, ലാസ്റ്റ് ഡിജിറ്റ് 00 വന്നെന്ന് പറഞ്ഞാൽ ആ രണ്ട് 00ക്ക് മുമ്പിൽ ഒന്നുകിൽ വരുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും. അതായത് 100 വരാം, 200 വരാം, 300 വരാം, 400 വരാം, 500 വരാം, 600 വരാം, 700 വരാം, 800 വരാം, 900 വരാം. ഇതിനെല്ലാം എതുകൊണ്ട് ഹരിക്കാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് 00 വന്നാലും അതിനെ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ ദിവ്യ, അപ്പൊ നമ്മൾ പറഞ്ഞ ഡിവിസിബിലിറ്റി ബൈ 6 പറയുന്നത് 6നെ നമുക്ക് 2 ഗുണം 3 എന്ന് എഴുതാം. ഈ 2 ഗുണം 3 എന്ന് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചോണം. എക്സാമ്പിൾ 6 മാത്രമായിരിക്കും. ഇപ്പൊ 18ന്റെ ഡിവിസിബിലിറ്റി ചോദിക്കാം. 18ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പൊ 6 ഗുണം 3, 18നെ 6 ഗുണം 3 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 18ന്റെ ഡിവിസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 18നെ 6 ഗുണം 3 എന്ന് എഴുതിയിട്ട് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് 6 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ 18 കൊണ്ടും പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല കേട്ടോ. 18നെ 6 ഗുണം 3 എന്ന് എഴുതിയിട്ട് 6 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ ആ സംഖ്യ 18 കൊണ്ട് പറ്റും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ എഴുതുന്നതിന് എന്തായിരിക്കണം? ആ സംഖ്യകൾ കോപ്രൈം ആയിരിക്കണം. അപ്പൊ ദിവ്യക്ക് വേണ്ടി കോപ്രൈം ഒന്നുകൂടെ പറയാം. എന്താണ് കോപ്രൈം എന്ന് ഒന്നുകൂടെ പറയാം. കോപ്രൈം എന്താന്ന് പറയാം, അതായത് രണ്ട് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എക്സാമ്പിൾ 6 എടുത്തു കഴിഞ്ഞാൽ 6 പ്രൈം അല്ല, 6 ഒരു പ്രൈം നമ്പർ അല്ല. 6ന് ഘടകങ്ങളുണ്ട്. പക്ഷെ 3 പ്രൈം നമ്പർ ആണ്, 3ന് ഘടകങ്ങൾ ഇല്ല. വേറെ രണ്ട് സംഖ്യകൾ എടുക്കാം. അപ്പൊ 4 9 കൊടുക്കാം. 4 9 കൊടുക്കാം. 4 പ്രൈം നമ്പർ അല്ല, 4ന് ഘടകങ്ങളുണ്ട്. 9 പ്രൈം നമ്പർ അല്ല, 9നും ഘടകങ്ങളുണ്ട്. പക്ഷെ 4ഉം 9ഉം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 4നും 9നും പൊതുവായിട്ട് ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 4ന് ഘടകങ്ങളില്ല, 9നും ഘടകങ്ങളില്ല. പക്ഷെ 4ഉം 9ഉം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 4നും 9നും പൊതുവായിട്ട് ഘടകങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ രണ്ടെണ്ണത്തിനും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? കോപ്രൈം നമ്പേഴ്സ്. അപ്പൊ രണ്ട് സംഖ്യകൾക്ക് പൊതുവായ ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ട് സംഖ്യകളെ പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. അതായത് ആ രണ്ട് സംഖ്യകളുടെയും HCF എത്രയായിരിക്കും? 1 ആയിരിക്കും. ആ രണ്ട് സംഖ്യകളുടെയും HCF 1 ആയിരിക്കും. അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സംഖ്യ, ഒരു വലിയ സംഖ്യയെ മറ്റു രണ്ട് ചെറിയ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുന്ന സമയത്ത് ആ എഴുതുന്ന ചെറിയ രണ്ട് സംഖ്യകൾ എന്തായിരിക്കണം? തമ്മിൽ കോപ്രൈം ആയിരിക്കണം. കോപ്രൈം ആയിട്ടുള്ള രണ്ട് സംഖ്യകളെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 18ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റത്തില്ല? 6 ഗുണം 3 എന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? 6 3 എന്തല്ല? കോപ്രൈം അല്ല. അപ്പൊ എങ്ങനെ എഴുതാം 18നെ? 9 ഗുണം 2 എന്ന് എഴുതാം.
18നെ 9 ഗുണം 2 എന്ന് എഴുതാം. 9 കോപ്രൈം അല്ലല്ലോ, പക്ഷെ 9 പ്രൈമാണ്, 9 പ്രൈം അല്ല, 2 പ്രൈമാണ്. പക്ഷെ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ 9 2 ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിൽ കോപ്രൈം അല്ലേ? 9 2 പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലല്ലോ. 9ന്റെയും 2ന്റെയും HCF എടുത്താൽ 1 കിട്ടത്തില്ലേ? അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതി വേണം ചെയ്യാൻ. അപ്പോൾ 18നെ 6 ഗുണം 3 എന്ന് എഴുതിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം 18നെ 9 ഗുണം 2 എന്ന് എഴുതിയിട്ട് നമുക്ക് പറയാം 9 കൊണ്ടും 2 കൊണ്ടും പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പറ്റുമെന്ന് പറയാം? 18 കൊണ്ടും പറ്റുമെന്ന് പറയാം. മനസ്സിലായോ? കൺസെപ്റ്റ് ഒക്കെ ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പറയാം. അപ്പൊ ഒരു സംഖ്യ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ ആ സംഖ്യ എത്ര കൊണ്ട് പറ്റും? 6 കൊണ്ടും പറ്റും. മനസ്സിലായോ? 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ 6 കൊണ്ടും പറ്റും. അങ്ങനെയാണെങ്കിൽ 1298 ഇതിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ നോക്കണം. 2 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും ചെയ്യണോ അതോ ഏതെങ്കിലും 1 കൊണ്ട് ചെയ്ത? 2 കൊണ്ടും വേണം, 3 കൊണ്ടും 2 കൊണ്ടും വേണം കേട്ടോ. രണ്ടിനും വേണം. 3ന്റെയും ഡിവിസിബിലിറ്റി നോക്കണം, 2ന്റെയും നോക്കണം. ഏതെങ്കിലും ഒന്ന് പോരാ, രണ്ടും ചെക്ക് ചെയ്യണം. 1298 ഈ സംഖ്യ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 1298 എന്ന് പറയുന്ന സംഖ്യ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ നോക്കാം. നമുക്ക് 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് പറ്റുമോ? 2 കൊണ്ട് പറ്റുമോ? യെസ്, 2 കൊണ്ട് പറ്റും. അവസാന അക്കം 8 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും അല്ലെ? ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കാം. 2 കൊണ്ട് പറ്റും. 2 കൊണ്ട് പറ്റും. 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കാൻ കൂട്ടി നോക്കാം. അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം. 1 + 2 + 9 + 8 അല്ലെ? 1 + 2 + 9 + 8 കൂട്ടുമ്പോ എത്ര കിട്ടും? 9 1 10, 10 തൊട്ട് 12 2 20, 20 കിട്ടും കൂട്ടുമ്പോ. 20 കിട്ടും. 20നെ എത്ര കൊണ്ട് പറ്റത്തില്ല? 20നെ 3 കൊണ്ട് പറ്റില്ല. അതായത് 3 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റില്ല. അപ്പൊ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൊത്തത്തിൽ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല? 6 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ 1298നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? 6ന്റെ ഡിവിസിബിലിറ്റി ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 6ന്റെ ഡിവിസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ 7ലോട്ട് പോകാമല്ലോ. 7ന്റെ ഡിവിസിബിലിറ്റിയിലോട്ട് പോകാമല്ലോ അല്ലെ? എല്ലാവരും വെയിറ്റ് ചെയ്ത ആ 7ന്റെ ഡിവിസിബിലിറ്റിയിലോട്ട് നമുക്ക് പോവാം. ഡിവിസിബിലിറ്റി ബൈ 7. ഇച്ചിരി ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു 1-2 സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. 6ന്റെ ഒരെണ്ണം, യെസ്, 6ന്റെ ഒരെണ്ണം കൂടി ചെയ്യാം. തീർച്ചയായും തീർച്ചയായും ഫർസാനെ ഒന്നുകൂടെ ചെയ്യാം. 6ന്റെ ഒരെണ്ണം കൂടെ ചെയ്യാം. നമുക്ക് ആവാത്തതല്ലേ ചെയ്യാം, ആവുന്ന ഒരെണ്ണം നമുക്ക് ചെയ്യാം. 216 30 2163. ഇതിനെ 6 കൊണ്ട് പറ്റുമോ ഇല്ലയോ നോക്കണം. 2163നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2163നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. കാരണം എന്താ? കാരണം ഇതിനെ കാണുമ്പോ ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് പറ്റും, പക്ഷെ എന്തുകൊണ്ട് പറ്റത്തില്ല? 2 കൊണ്ട് പറ്റത്തില്ല അല്ലേ? 3 കൊണ്ട് പറ്റും, പക്ഷെ 2 കൊണ്ട് പറ്റില്ല. 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഖ്യയെ മൊത്തത്തിൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഒരെണ്ണം കൂടെ ചെയ്താലോ? പറ്റുന്ന ഒരെണ്ണം കൂടെ ചെയ്താലോ?
ഓക്കെ, ഒരുമിച്ച് വന്നാൽ മാത്രം 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. യെസ്. 2, 3 ഒരുമിച്ച് വന്നാൽ മാത്രമേ പറ്റൂ. യെസ്, അതെ ഫർസാനെ, 2, 3 ഒരുമിച്ച് വന്നാലേ പറ്റൂ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാത്രം ഓക്കെ ആയിട്ട് കാര്യമില്ല. രണ്ടുകൊണ്ടും പറ്റിയാലേ പറ്റൂ. ഓക്കെ, വേറൊരു സംഖ്യ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഒന്ന് ചെക്ക് ചെയ്തേ. 12,336, 12,336. 12,336 എന്ന് പറയുന്ന സംഖ്യയെ 6 കൊണ്ട് പറ്റുമോ ഇല്ലയോ നോക്കണം. 6 കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും. എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് അവസാന അക്കം 6 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. ലാസ്റ്റ് ഡിജിറ്റ് 6 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. ഡിവിസിബിൾ ബൈ 2. ഇനി സം എടുക്കുമ്പോഴത്തേക്ക് സം ഇസ് ഈക്വൽ ടു 1 + 2 + 3 + 3 + 6. എല്ലാം കൂടെ കൂട്ടാം. എല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 2, 1, 3, 3, 3, 6, 6, 3, 9, 9, 6, 15. 15 കിട്ടും. 15നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. 15 ഈസ് ഡിവിസിബിൾ ബൈ 3. 15നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തില് therefore 1, 2, 3, 3, 6 ഈസ് ഡിവിസിബിൾ ബൈ 6. അതുകൊണ്ട് എത്ര കൊണ്ടും പറ്റും? 6 കൊണ്ടും പറ്റും. 2 കൊണ്ടും ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തിൽ എത്ര കൊണ്ട് പറ്റും? 6 കൊണ്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 7ലോട്ട് പോവാം. അപ്പൊ 7ലോട്ട് പോവാം. 7ൻ്റെത് 1-2 സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 7ന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. 1997 ഇങ്ങനൊരു സംഖ്യ, ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ ചെക്ക് ചെയ്യണം. ഈ ഒരു സംഖ്യയിൽ 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റിന് എടുക്കുക. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റിന് എടുക്കുക. ബാക്കിയുള്ള ഇനി മാറ്റുക, 199 മാറ്റി എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി, ഓക്കെ, ഈ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി ഇതിൽ നിന്നും കുറയ്ക്കുക. 199 നിന്നും കുറയ്ക്കുക. അതായത് 7ന്റെ ഇരട്ടി 14 കുറയ്ക്കുക. 199 14 കുറച്ചാൽ എത്ര കിട്ടും? 9, 4, 5 വരും. 9, 1, 8 വരും അല്ലെ? 185 കിട്ടിയല്ലോ. 185 കിട്ടിയല്ലോ കുറച്ചപ്പോൾ. ഇതുവരെ ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു സംഖ്യ എഴുതുക, 1997. പിന്നീട് ചെയ്യേണ്ടത് ആ ലാസ്റ്റ് ഡിജിറ്റിന് എടുക്കുക. അതായത് 7 എടുത്തു, ബാക്കി 199 ഞാൻ മാറ്റി എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 7ന്റെ ഇരട്ടി 14 ഈ 199 നിന്നും കുറയ്ക്കുക. അപ്പൊ 199 നിന്നും 14 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 185 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തോ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ 5 എടുക്കുക, എന്നിട്ട് 18 മാറ്റി എഴുതുക. 18 മാറ്റി എഴുതിയിട്ട് 5ന്റെ ഇരട്ടി എത്രയാണ്? 5ന്റെ ഇരട്ടി 10 അല്ലേ? 10 ഈ 18 നിന്നും കുറയ്ക്കുക. 18 നിന്ന് 10 കുറയാ എത്ര കിട്ടും? 8 കിട്ടും. 8 കിട്ടിയല്ലോ. അങ്ങനെ കുറച്ച് നമുക്ക് അവസാനം കിട്ടിയത് 8 ആണ്. ഈ അവസാനം 0 അല്ലെങ്കിൽ 7 7ന്റെ ഗുണിതങ്ങളോ കിട്ടണം. ഓക്കെ, ലാസ്റ്റ് 0 7 7ന്റെ ഗുണിതങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഹരിക്കാൻ പറ്റത്തില്ലെന്നും പറയാം. മനസ്സിലായോ? ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് 0 7 അല്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങളോ കിട്ടണം. ഒന്നുകൂടെ പറയാം, പാർവതി ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്നൂടെ പറയാം. ആദ്യം ഒരു സംഖ്യ എഴുതുക. 1997 എന്ന് പറഞ്ഞ സംഖ്യ എഴുതി നമ്മൾ ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചെയ്തത് അവസാനത്തെ അക്കം എടുക്കുക. അവസാനത്തെ അക്കം 7 എടുത്തു. ബാക്കി 199 മാറ്റി എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം ഈ 7ന്റെ ഇരട്ടി 199 നിന്നും കുറയ്ക്കുക. 7ന്റെ ഇരട്ടി എത്രയാണ്? 14. അപ്പൊ 199 നിന്നും 14 കുറച്ചു. 199 നിന്നും 14 കുറച്ചപ്പോൾ എത്ര കിട്ടി? 185 കിട്ടി അല്ലേ? 185 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാ? വീണ്ടും നേരത്തെ ചെയ്ത് തന്നെ അതിൽ നിന്ന് 5 മാറ്റുക. 5 മാറ്റിയിട്ട് എന്ത് ചെയ്യുക? 5 മാറ്റുക. 5 മാറ്റിയിട്ട് അത് എതിൽ നിന്നും കുറയ്ക്കുക? ആ 5 18ൽ നിന്നും കുറയ്ക്കുക അല്ലേ? 5 മാറ്റിയിട്ട് ആ 5 ഇതിൽ നിന്നും കുറയ്ക്കുക, 18ൽ നിന്നും കുറയ്ക്കുക. അപ്പൊ കുറച്ചു. 5ന്റെ ഇരട്ടി 10, 12ൽ നിന്ന് 10 കുറച്ച് കിട്ടി 8 കിട്ടി. അപ്പൊ ഈ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കിട്ടുന്ന സംഖ്യ 7 7ന്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ
7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ വന്നില്ലെങ്കിൽ ഹരിക്കാൻ പറ്റില്ല. ഇവിടെ 8 കിട്ടിയത്. 8-നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 7 കൊണ്ട് പറ്റില്ല. 8 കിട്ടിയതുകൊണ്ട് 7 കൊണ്ട് പറ്റില്ല. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം നമുക്ക്. 1, 2, 3 ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. (23,716) അല്ലെ വേണ്ട, ചെറിയൊരു സംഖ്യ എഴുതാം ആദ്യം. എന്ത് വലുതിനകത്തോട്ട് പോകാം. 2,938. ഈ സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂല ചെക്ക് ചെയ്യാം. 2,938-നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. (2,938-നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ആദ്യം 8 എടുക്കുക. 8 എടുത്തിട്ട് ബാക്കി 291 മാറ്റി എഴുതുക. 293 മാറ്റി എഴുതി. 8-ന്റെ ഇരട്ടി എത്രയാണ്? 16. 8-ന്റെ ഇരട്ടിയ 16. 293 കുറയ്ക്കുക. കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 93-ന്ന് 10 പോയി 83, 83-ന്ന് 6 പോയി കഴിഞ്ഞാൽ 77. 277 കിട്ടും അല്ലേ? 277 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഈ 7 മാറ്റുക. 7 മാറ്റിയിട്ട് ബാക്കി 27 എഴുതും. 27 എഴുതും. എന്നിട്ട് 7-ന്റെ ഇരട്ടി 7-ന്റെ ഇരട്ടി എത്രയാണ്? 14 അല്ലേ? 14 കുറയ്ക്കുക. കുറച്ചപ്പോ എത്ര കിട്ടി? 13 കിട്ടി. 13 കിട്ടിയത്. ഈ 13 എന്ന് പറയുന്നത് 7-ന്റെ ഗുണിതമല്ല, 0-ഉമല്ല. അതുകൊണ്ട് 7 കൊണ്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ ആയോ? ഓക്കെ ആയോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? 7-ന്റെ ഓക്കെ ആണെങ്കിൽ 2,352 ഒന്ന് ചെക്ക് ചെയ്തേ. 2,352. 2,352 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. 2,352 എന്ന് പറയുന്ന സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എന്ന് പറയുന്ന സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്യാം. Check the divisibility of 2,352 by 7. Check the divisibility of 2,352 by 7. പറ്റുമല്ലോ അല്ലേ? പറ്റുമല്ലോ. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? പറ്റുമല്ലോ അല്ലേ? എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, പറ്റും. അപ്പൊ ചെയ്യാം. നമുക്ക് എങ്ങനെ 2 എടുക്കാം. 235 മാറ്റി എഴുതി. 235 മാറ്റി എഴുതി. 2 എടുത്തു. 2-ന്റെ ഇരട്ടി എത്രയാണ്? 2-ന്റെ ഇരട്ടി 4. 4 കുറച്ചു. 235 4 എത്ര കിട്ടും? 231 കിട്ടും. ഇനി ആ 1 എടുക്കുക. 1 എടുത്തിട്ട് ബാക്കി 21 മാറ്റി എഴുതി. 1-ന്റെ ഇരട്ടി 2 അല്ലേ? 2 കുറച്ചു. 23-ന്ന് 2 എത്ര കിട്ടി? 21 കിട്ടി. 21 എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 7-ന്റെ ഗുണിതമാണല്ലോ. 21 7-ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 7 കൊണ്ട് പറ്റും. പോസിബിൾ ബൈ 7.
Therefore 2352 is divisible by 7. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ഇതിലോട്ട് പോകാലോ. 8ന്റെ ഡിവിസിബിലിലോട്ട് പോകാലോ അല്ലെ? 8ലോട്ട് പോകാലോ. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 8. സാർ വെള്ളം കുടിക്കാം. ഡിവിസിബിലിറ്റി ബൈ 8. അപ്പൊ 8ലോട്ട് നമുക്ക് പോവാം. ഓക്കെ ദിവ്യ, ഓക്കെ കുടിക്കാം. അപ്പൊ 8ലോട്ട് നമുക്ക് പോവാം. 8ന്റെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാം. അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി അപ്പൊ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാം. ഞാൻ 2ന്റെ പറഞ്ഞത് എങ്ങനെയായിരുന്നു? 2ന്റെ പറഞ്ഞത് ലാസ്റ്റ് 1 ഡിജിറ്റ് അല്ലെ? ലാസ്റ്റ് 1 ഡിജിറ്റ്. 4ന്റെ പറഞ്ഞ എങ്ങനെയാണ്? ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പൊ 2ന്റേത് ലാസ്റ്റ് 1 ഡിജിറ്റ്. 4ന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്. 8ന്റേത് അതുപോലെ ലാസ്റ്റ്, പറയാമോ? നിങ്ങൾക്ക് തന്നെ പറയായിരിക്കുമല്ലോ. ലാസ്റ്റ് 3 ഡിജിറ്റ്. ഓക്കെ, അപ്പൊ 8ന്റെ നോക്കുമ്പോ എന്ത് നോക്കണം? അവസാനത്തെ 3 അക്കം നോക്കണം. അവസാനത്തെ 3 അക്കത്തെ ഒരു സംഖ്യയുടെ ലാസ്റ്റ് 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിലും 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു സംഖ്യയുടെ അവസാനത്തെ 3 അക്കത്തെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയും മൊത്തത്തിൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അതാണ് 8ന്റെ ഡിവിസിബിലിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 123 816. ഞാൻ വെള്ളം കുടിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഇതിന്റെ ഒരു ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞേ. 123 816. ചെക്ക് ദ ഡിവിസിബിലിറ്റി ഓഫ് 1,23,816 by 8. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? 123 816. അതിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. കാരണം എന്താ? റീസൺ എന്താ? 816 എടുക്കുക. 816. 816 നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 816 is divisible by 8. Therefore the number is divisible by 8. ഓക്കെ, അപ്പോൾ ഈ വലിയ സംഖ്യയെ 8 കൊണ്ടും ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? 8ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഓക്കെ അല്ലേ? 8ന്റെ ഡിവിസിബിലിറ്റി ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലായി. ഓക്കെ, അപ്പൊ 9ലോട്ട് കടക്കാമല്ലോ. 9ന്റെ അപ്പൊ 2ഉം 4ഉം 8ഉം കണക്ട് ചെയ്ത് പഠിക്കുക. 2ഉം 4ഉം 8ഉം കണക്ട് ചെയ്ത് പഠിക്കുക. 2 ആണെങ്കിൽ അവസാനത്തെ 1 ഡിജിറ്റ് നോക്കിയാൽ മതി. 4 ആണെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കണം. 8 ആണെങ്കിൽ അവസാനത്തെ 3 ഡിജിറ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ 2ഉം 4ഉം 8ഉം 2ന്റെയും 4ന്റെയും 8ന്റെയും ഡിവിസിബിലിറ്റി കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ? 9ലോട്ട് പോവാലോ.
ഡിവിസിബിലിറ്റി ബൈ 9. ഓക്കെ, 9 ഒന്നുമില്ല, 9 സിമ്പിൾ ആണ്. നമ്മൾ 3ന്റെ ചെയ്ത പോലെയുള്ള 9 സംഖ്യകളുടെ എല്ലാം കൂടെ തുക എടുക്കുക. ആ തുകയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെയും 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, the sum of the digits, the sum of the digits, if the sum of the digits is divisible by 9, then the number is divisible by 9. അതായത് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ എല്ലാം തുക എടുത്തിട്ട് ആ തുകയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെയും 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 3218. 3218നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്യണം. 3218നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. പറ്റത്തില്ല. യെസ്, 3218നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. കാരണം 3 + 2 + 1 + 8 എല്ലാം കൂടെ കൂട്ടാൻ നമുക്ക് 3ഉം 2ഉം 1 8 കൂടെ കൂട്ടാം. കൂട്ടുമ്പോ എത്ര കിട്ടും? 3ഉം 2ഉം 5, 5 1 6, 6 8 14. 14 ആണ് കിട്ടുന്നത് അല്ലേ? 14 ആണ് കിട്ടുന്നത്. അപ്പോൾ 14നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തില് 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പതിനാലിനെ സാർ കുറച്ച് അധികം കുടിച്ച് ഒരു അരക്കുപ്പി വെള്ളം കുടിച്ചു. ഓക്കെ, മാറിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 9ന്റെ ഓക്കെ ആണല്ലോ. അപ്പൊ 9 വരെ ഓക്കെ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2 4 6 8 9 7 8 9 9 വരെ ഓക്കെ ആണല്ലോ. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒന്നുകൂടെ പറയണോ? 7ന്റെ ഒക്കെ ഓക്കെ ആണല്ലോ. 7ന്റെ ഒക്കെ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തത് 10ൻ്റെത് പറയുന്നില്ല. 10ൻ്റെത് എല്ലാവർക്കും അറിയാം. ഞാൻ നേരെ 11ലോട്ട് പോവുകയാണ്. 10ന്റെ ഡിവിസിബിലിറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ നേരെ 11ലോട്ട് പോവുകയാണ്. 11ന്റെ ഡിവിസിബിലിറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 11ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കുക. എന്താണ്? എങ്ങനെയാണ്? ഒന്നിടവിട്ട സംഖ്യകളുടെ ഡിജിറ്റ്സിന്റെ തുക എടുക്കുക. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക എടുക്കുക. ഫൈൻഡ് ദി സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. 10 എന്ന് പറയാം. യെസ്, 10 പറയാം. ഡിവിസിബിലിറ്റി ബൈ 10. 10ൻ്റെത് പറയാം. 10ന്റെ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0. 10ന്റെ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നാൽ മതി. 10ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നാൽ മതി. എക്സാമ്പിൾ 210, 320, 1130, 1,23,060. ഇതിനെല്ലാം 10 കൊണ്ട് പറ്റും. റീസൺ എന്താണ്? കാരണം എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0 അതുകൊണ്ട് 10 കൊണ്ട് പറ്റും. ഓക്കെ ആണോ പ്രിൻസി? ഓക്കെ ആണെങ്കിൽ നമുക്ക് 11ലോട്ട് പോവാം. 11ന്റെ വേറെ ഒന്നുമില്ല, ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഓക്കെ, ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ഫൈൻഡ് ദി സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കുക. 123 37. ഇതൊരു സംഖ്യയാണ്. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. ഈ ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് വലത്തുനിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ തുടങ്ങാം. 1
ഓക്കെ, ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തു. ഒന്നിടവിട്ട ഏതൊക്കെയാ വരുന്നത്? 1 വരും, 3 വരും, 7 വരും. ഓക്കെ, ഇവിടുന്നാണ് എണ്ണി തുടങ്ങുന്നത്. വലത്തെ സൈഡിൽ നിന്നാണ് എണ്ണി തുടങ്ങുന്നത്. 7 എടുത്തു, 3 എടുത്തു, 1 എടുത്തു. എങ്ങനെ എടുത്താലും ഇത് തന്നെ വരും. അപ്പൊ 7, 3, 1. എന്നിട്ട് ഇതിന്റെ തുക എടുക്കുക. 1 + 3 + 7 എത്ര കിട്ടും? 7 3 10, 10 10 1 11 കിട്ടും. ഓക്കെ, 7 3 10, 10 1 11. ഇനി ഇടയ്ക്കുള്ള എടുക്കാം. 3ന്റെ 2ന്റെ എടുക്കാം. അടുത്ത ഒന്നിടവിട്ടത് ഇത് കഴിഞ്ഞാൽ 7 എടുത്തു കഴിഞ്ഞാൽ 7 3 1. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ഒന്നിടവിട്ട സംഖ്യകൾ ഏതാ? 3 2. 3 2 എത്ര കിട്ടും? 2 + 3 അതിന്റെ തുക എത്ര കിട്ടും? 5 കിട്ടുമല്ലോ. 5 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇവയുടെ വ്യത്യാസം എടുക്കുക. ഈ 11 - 5 എടുക്കുക. എത്ര കിട്ടും? 11 - 5 6 കിട്ടുമല്ലോ. 11 - 5 6 കിട്ടും. ഈ വ്യത്യാസം എത്രയാണ് കിട്ടേണ്ടത്? ഈ വ്യത്യാസം 0 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളോ കിട്ടണം. ഓക്കെ, ഈ വ്യത്യാസം 0 അല്ലെങ്കിൽ 11 കിട്ടണം. ഈ വ്യത്യാസം 0 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 11. 0 11 or multiple of 11. 0 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളോ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് ആ സംഖ്യയെ ആ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റില്ല? 11 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. ഓക്കെ ആണെങ്കിൽ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. 121 121 121 121 1 to 1 1 to 1. ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. 121 121 എന്ന് പറയുന്ന സംഖ്യ അതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, പറ്റുമല്ലോ. യെസ് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ? 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഒന്നെടുക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തല്ലോ. ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തല്ലോ. 1 എടുത്തു, വീണ്ടും 1 എടുത്തു, പിന്നെ 2 എടുത്തു അല്ലെ? 2 + 1 1 + 1 2 + 1 + 1 2 1 3 3 1 4 കൂട്ടുമ്പോ എത്ര കിട്ടി? 4 കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഓൾട്ടർനേറ്റ് എടുക്കാമല്ലോ. 2 എടുത്തു, 2ൽ നിന്ന് വീണ്ടും 1 വന്നു, വീണ്ടും 1ലോട്ട് വന്നില്ലേ? കൂട്ടുമ്പോ എത്ര കിട്ടും? 1 + 1 + 2. അതായത് 1 1 2 2 2 4 കിട്ടി. അപ്പോഴും എത്ര കിട്ടി? 4 കിട്ടി. ഇനി ഇതിന്റെ വ്യത്യാസം എടുക്കാം. വ്യത്യാസം എടുക്കുമ്പോ എത്ര കിട്ടും? 4 4 പോയി കഴിഞ്ഞാൽ 0 കിട്ടുമല്ലോ. 0 കിട്ടി. അതുകൊണ്ട് എത്ര കൊണ്ട് പറ്റും? 0 കിട്ടി. അതുകൊണ്ട് 0 കിട്ടി. അതുകൊണ്ട് എത്ര കൊണ്ട് പറ്റും? 11 കൊണ്ട് പറ്റും. അതുകൊണ്ട് the number is divisible by 11. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി ഇതിന് മുകളിലോട്ടുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത്? ഇതിന്റെ മുകളിലോട്ടുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ 12 വരുവാണെങ്കിൽ 12നെ എങ്ങനെ എഴുതുക? 12നെ എങ്ങനെ എഴുതുക? 4 × 3 എന്ന് എഴുതുക. ഓക്കെ, 12 വരുവാണെങ്കിൽ ഇപ്പൊ 12ന്റെ ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. ഡിവിസിബിലിറ്റി ബൈ 12. ഡിവിസിബിലിറ്റി ബൈ 12 എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? 12നെ നമുക്ക് പല രീതി എഴുതാം അല്ലെ? 12നെ നമുക്ക് 4 × 3 എന്ന് എഴുതാം. 12നെ നമുക്ക് 6 × 2 എന്ന് എഴുതാം. ഈ രണ്ട് രീതിയിലും 12നെ എഴുതാം. ഏത് രീതിയിൽ വേണം ചെക്ക് ചെയ്യാൻ? 4 × 3 എന്ന് എഴുതിയിട്ട് വേണം ചെക്ക് ചെയ്യാൻ. കാരണം എന്താ? 6ഉം 2ഉം കോപ്രൈം അല്ല. ഓക്കെ, 6ഉം 2ഉം കോപ്രൈം അല്ല. 6നും 2നും പൊതു ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് 6ഉം 2ഉം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏത് വെച്ചിട്ട് ചെയ്യാം? 4ഉം 3ഉം വെച്ചിട്ട് ചെയ്യാം. 4ഉം 3ഉം വെച്ചിട്ട് ചെയ്യാം.
അപ്പൊ 12ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ 4 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ എത്ര കൊണ്ട് പറ്റും? 12 കൊണ്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡിവിസിബിലിറ്റി ഒരു ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ, 13ന്റെ അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ സംഖ്യകൾ വരും. 13, പിന്നെ 17, 19 എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതിന്റെ നമുക്ക് അങ്ങനെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ അല്ലെ? അടുത്ത ഇതിലോട്ട് പോകാലോ അല്ലെ? അടുത്ത ടോപ്പിക്കിലോട്ട് പോകാലോ. ഡിവിസിബിലിറ്റി ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ 13ന്റെ ഒന്നും വരാറില്ല. 13ന്റെ ഒന്നും അങ്ങനെ വരാറില്ല. നമുക്ക് ഡിവിസിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ വരാറുള്ളൂ. 13ന്റെ ഒന്നും വരാറില്ല. ഇക്കിള് മാറുന്നില്ല, അത് കുഴപ്പമില്ല. ഇക്കിള് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാലോ അല്ലെ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളൊരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 9നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു 4 വരും, 8, ബാക്കി 1 വരും. ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? 9നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതിൽ 8നെ ഞാനങ്ങ് മാറ്റുക. 8നെ ഞാനങ്ങ് മാറ്റി, ബാക്കി കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഓരോന്നിനും ഓരോ പേരുണ്ട്. ആ പേര് എന്തൊക്കെയാണെന്ന് പറയാമോ? 8 പ്രാവശ്യം വെള്ളം കുടിക്കുക. യെസ്, 8 പ്രാവശ്യം കുടിക്കുക. നേർച്ച വല്ലതും ആണോ? 8 പ്രാവശ്യം കുടിച്ചാലേ മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ പേരുണ്ട്. അതെന്താണെന്ന് പറയുക. ഓരോന്നിനും ഓരോ പേരുണ്ട്. നിങ്ങൾ ആ നമ്പർ സൂചിപ്പിച്ചിട്ട് അതെന്താണെന്ന് പറഞ്ഞാലും മതി. ഓരോ നമ്പർ സൂചിപ്പിച്ചിട്ട് ഇപ്പൊ 9 എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ അതെന്താണെന്ന് പറഞ്ഞാൽ മതി. 9 എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ അതെന്താണെന്ന് പറയുക. മലയാളത്തിലും പറയാം, ഇംഗ്ലീഷിലും പറയാം, 2 രീതിയിലും പറയാം. ഒൻപത്, 4, 2, 1. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയണം. ഒന്ന് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ. ഓക്കെ. 4 കോഷ്യന്റ്. ഓക്കെ, 4 കോഷ്യന്റ്. 9 എന്താണ്? 9 ഡിവിഡന്റ്. 9 ഡിവിഡന്റ്. ഓക്കെ, സൂര്യ. ഓക്കെ, 9 ഡിവിഡന്റ്. ഹാമി ചെയ്തിട്ടുണ്ട് 9 ഡിവിഡന്റ്, 2 ഡിവൈസർ, 4 കോഷ്യന്റ്, 1 റിമൈൻഡർ. ഓക്കെ, വെരി ഗുഡ്. ഗ്രീഷ്മ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ റിമൈൻഡർ 1, ഡിവിഡന്റ് 9, ഡിവൈസർ 2, കോഷ്യന്റ് 4. ഓക്കെ, യെസ്, അങ്ങനെ തന്നെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പേര്. ഈ പേര് ഓർത്ത് വെച്ചിരിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്താണ്? 9 ആണ് എന്ത്? 9 ആണ് ഡിവിഡന്റ്. 9 ആണ് ഡിവിഡന്റ്. 2 ആണ് എന്ത്? 2 ആണ് ഡിവൈസർ. 2നെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്. 1 ആണ് റിമൈൻഡർ. ബാക്കി വരുന്നത് റിമൈൻഡർ. ഇനി 4 ആണ് എന്ത്? 4 ആണ് കോഷ്യന്റ്. അപ്പൊ റിമൈൻഡറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. വേറൊരു റിമൈൻഡർ ഉണ്ട്, ഓർമ്മപ്പെടുത്തൽ എന്നുള്ളതിന്റെ ഒരു റിമൈൻഡർ ഉണ്ട്. ആ റിമൈൻഡർ അല്ല ഇത്. ഇത് റിമൈൻഡർ, ബാക്കി വരുന്നത് എന്നർത്ഥം വരുന്ന റിമൈൻഡർ ആണ്. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം റിമൈൻഡറിന്റെ. ഓക്കെ, അപ്പൊ അത് ഈ 4 എണ്ണമാണ് നമ്മളൊരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 4 കാര്യങ്ങൾ. ഇതൊക്കെയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? 9നെ നമ്മൾ ഡിവിഡന്റ് എന്ന് പറയും, 2നെ ഡിവൈസർ എന്ന് പറയും, 4നെ കോഷ്യന്റ് എന്ന് പറയും, 1നെ റിമൈൻഡർ എന്ന് പറയും. ഓക്കെ, മലയാളം. ഇനി അടുത്ത മലയാളമാണ് പറയാൻ പോകുന്നത്. ഈ 4 എണ്ണത്തിന്റെ മലയാളം പറയാമോ ആർക്കെങ്കിലും? ഈ 4 എണ്ണത്തിന്റെ മലയാളം ആർക്കെങ്കിലും പറയാമോ? ഹാരകം, ശിഷ്ടം, ഹാര്യം, ഹരണബലം. മിടുമിടുക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. നിഷി, വെരി ഗുഡ്, വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അത് തന്നെ കറക്റ്റ് ആണ്.
ഇപ്പൊ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഹാര്യം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഹാര്യം. ഇനി ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഹാരകം. ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഹാരകം. ഓക്കെ, ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഹാരകം. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹരണഫലം. ഹരണഫലം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം. അപ്പൊ അത്രയാണ് അതിന്റെ 4 ടൈപ്പ്: ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം. വളരെ ശരിയാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? പിന്നെ ഋഷി ഇതില് 9 ഹാരകമല്ല കേട്ടോ, 9 ഹാര്യമാണ്. തിരുത്തിക്കോണോ, 9 ഹാര്യമാണ്, ഹാരകമല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഡിവിഡന്റ്, കോഷ്യന്റ്, ഡിവൈസർ, റിമൈൻഡർ. ആ 4 എന്തൊക്കെയാണെന്ന് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഹാര്യം മലയാളത്തിലാണെങ്കിൽ ഹാര്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഡിവിഡന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അറിയാലോ, സംഭവം ഒന്നുമില്ല. ഡിവിഡന്റ്, ഡിവൈസർ ഒക്കെ ഒന്നുമില്ല, നമുക്കറിയാം. ഹരിക്കാനും നമുക്കറിയാം. പക്ഷെ ഈ പേരുകൾ നമുക്കറിയത്തില്ല. ഈ പേരുകൾ കാണാൻ പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ ഈ ഒരു സംഭവം? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എഴുതുക. when a number is when 114 is divisible by, when 114 is divided by 21, അല്ല വേണ്ട, ക്വസ്റ്റ്യൻ ഇതാണ്. when a number is divided by 114, the remainder is 21. Remainder is 21. Find the remainder when the same number is divided by 19. When a number is divided by 114, the remainder is 21. Find the remainder when the same number is divided by 19. ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. ഓക്കെ, ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര? ഉത്തരം 2 അല്ലേ? ഉത്തരം 2. ഉത്തരം 2 ശരിയാണ്. ഉത്തരം 2 ശരിയാണ്. ഓക്കെ, ഉത്തരം 2 ശരിയാണ്. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വരുന്ന റിമൈൻഡർ ഉണ്ടല്ലോ,
ശിഷ്ടം 21 എന്നല്ലേ പറഞ്ഞു. ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 വന്നെന്നല്ലേ പറഞ്ഞേ. അതേ സംഖ്യ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആയിരിക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 114 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം ഉണ്ടല്ലോ, ആദ്യം കിട്ടിയ ശിഷ്ടത്തെ 21നെ രണ്ടാമത് ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതുകൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യം കിട്ടിയ ശിഷ്ടത്തിനെ രണ്ടാമത് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതുകൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. 21നെ 19 കൊണ്ട് ഹരിച്ചാൽ മതി. 21നെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? ശിഷ്ടം 2 വരും. ആ 2 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഒരു സംഖ്യയെ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 കിട്ടി. അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ. അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം കിട്ടിയ ശിഷ്ടത്തെ രണ്ടാമത് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കാൻ പറഞ്ഞത് ആ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ആദ്യം കിട്ടിയ ശിഷ്ടം 21, ആ 21നെ രണ്ടാമത് ഹരിക്കാൻ പറഞ്ഞ 19 കൊണ്ടാണ്. ആ 21നെ 19 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? ഇതിന്റെ പിന്നിലുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഈ 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 21 എന്നാ പറഞ്ഞല്ലേ. ഏതോ ഒരു സംഖ്യ 114 കൊണ്ട് ഹരിച്ചു. 114 കൊണ്ട് ഹരിച്ചു. എക്സ് എന്ന് പറഞ്ഞൊരു സംഖ്യ, ആ സംഖ്യ 114 കൊണ്ട് ഹരിച്ചു. 114 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം 21 വന്നതാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേ സംഖ്യ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 114 പകരം 19 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനില് ഈ തരുന്ന സംഖ്യകൾ തമ്മിൽ പരസ്പരം ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ സംഖ്യയുടെ ഘടകമായിരിക്കും ഇവിടെ ഈ രണ്ടാമത് ഹരിക്കാൻ പറയുന്ന സംഖ്യ. ആദ്യം ഹരിക്കാൻ പറയുന്ന സംഖ്യയുടെ ഘടകമായിരിക്കും രണ്ടാമത് ഹരിക്കാൻ പറയുന്ന സംഖ്യ. അങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ വരും. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഈ ക്വസ്റ്റ്യൻ എപ്പോ ചോദിച്ചാലും ഇതില് ആദ്യം ഹരിക്കാൻ പറയുന്ന സംഖ്യയുടെ, അതായത് 114ന്റെ ഘടകമായിരിക്കും എന്ത്? 19. മനസ്സിലായോ? അങ്ങനെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് 114ന്റെ ഘടകമായത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? 114 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം ആ 21നെ ബാക്കി, അതായത് ഈ സംഖ്യയെ 19 കൊണ്ട് ഹരിക്കാൻ പോയി കഴിഞ്ഞാൽ 114 എത്ര തവണ അടങ്ങിയോ അത്രയും തവണ ഈ 19 കൊണ്ട് ഹരിക്കാൻ പറ്റൂ. ബാക്കി വരുന്നതിനെ മാത്രം ഇനി ഹരിച്ചാൽ മതി. മൊത്തം ഹരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 114നകത്ത് 19 അടങ്ങും, അല്ലെങ്കിൽ 114ന്റെ ഘടകമാണ് 19. അതുകൊണ്ട് ഈ സംഖ്യയെ 19 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 114 കൊണ്ട് എങ്ങനെയാണോ ഹരിച്ചത് അത്രയും തന്നെ ആയിരിക്കും 19 കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും 19 കൊണ്ട് ഹരിക്കുമ്പോഴും സംഭവിക്കുന്നത്. പിന്നെന്ത് ചെയ്താൽ മതി? ബാക്കി വരുന്ന 21നെ മാത്രം 19 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അല്ലാതെ ഈ മൊത്തം സംഖ്യ, വലിയ സംഖ്യ മൊത്തത്തില് 19 കൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 114ന്റെ ഘടകമാണ് 19. മനസ്സിലായോ? അതുകൊണ്ട് 114 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ ഇഷ്ടത്തിന് 19 കൊണ്ട് ഹരിക്കുമ്പോൾ ഇഷ്ടം കണ്ടുപിടിക്കാൻ വീണ്ടും ആ സംഖ്യയെ മൊത്തത്തില് 19 കൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം 114ന്റെ ഘടകമായിരിക്കും 19. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ലാസ്റ്റ് 21നെ മാത്രം 19 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. കൺസെപ്റ്റ് ഒരു സംഖ്യ 48 കൊണ്ട് ഹരിച്ചപ്പോൾ 25 ഇഷ്ടം വരും. ഒരു സംഖ്യയെ 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വരും. എങ്കിൽ അതേ സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് വരും? ഒരു സംഖ്യയെ 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വരും. എങ്കിൽ അതേ സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് വരും?
ഒരു സംഖ്യ 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വരും. ഇതിൽ അതേ സംഖ്യ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ ക്വസ്റ്റ്യനില് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തമ്മിൽ ഘടകമായിട്ട് വരും. 48 കൊണ്ട് ഹരിച്ചപ്പോൾ എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത് 12 കൊണ്ട് ഹരിച്ചപ്പോഴെന്ന് പറഞ്ഞു. 48ന്റെ ഘടകമാണല്ലോ 12, അല്ലേ? വോയിസ് ക്ലിയർലി. 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വരും എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ സൂര്യ? വോയിസ് ക്ലിയർ ആണോ? വീഡിയോ ക്ലിയർ അല്ല. ഓക്കെ, വീഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സംഖ്യയെ 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വരും എങ്കിൽ അതേ സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് 48 കൊണ്ട്, 48 കൊണ്ട്, പിന്നെ പറഞ്ഞിരിക്കുന്നത് 12 കൊണ്ട്, 12 കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ഈ ആദ്യം പറഞ്ഞിരിക്കുന്നതിന്റെ ഘടകമായിരിക്കും എന്ത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആദ്യം ഹരിക്കാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ഘടകമായിരിക്കും രണ്ടാമത് ഹരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഘടകമായിട്ട് വന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? 48 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 25 വന്നു. വീണ്ടും 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ആ സംഖ്യ കണ്ടുപിടിച്ച് അതിനെ മൊത്തത്തില് 12 കൊണ്ട് ഹരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? 48ന്റെ ഘടകമാണ് 12. മനസ്സിലായില്ലേ? 48 എന്ന് പറഞ്ഞാല് 12 ഗുണം 4 അപ്പൊ ആ സംഖ്യ മൊത്തത്തില് ഇനി 12 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 48 കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടിയോ അതേ ആൻസർ അതിന്റെ കൂടെ ഒരു ഇൻറ്റു 4 കൂടെ വരും. ആ സംഖ്യ 48 കൊണ്ട് ഹരിച്ചപ്പോൾ എന്താണോ ആൻസർ കിട്ടിയത് അതിന്റെ കൂടെ ഒരു ഇൻറ്റു 4 കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 12 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ വീണ്ടും ഇനി 12 കൊണ്ട് മൊത്തത്തിൽ ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? 48 കൊണ്ട് ഹരിച്ചപ്പോൾ വന്ന ശിഷ്ടമുണ്ടല്ലോ ആ 25, ആ ശിഷ്ടത്തെ മാത്രം ഹരിച്ചാൽ മതി. മനസ്സിലായോ? അല്ല മൊത്തത്തിൽ ആ സംഖ്യ ഹരിക്കേണ്ട ആവശ്യമില്ല. കാരണം 48ന്റെ ഘടകമാണ് 12. അതുകൊണ്ട് ഇനി മൊത്തത്തിൽ ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കേണ്ട കാര്യമില്ല. ഈ ശിഷ്ടം വന്ന 25നെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഹരിച്ചു നോക്കാം. ശിഷ്ടം വന്ന 25നെ നമുക്ക് 12 കൊണ്ട് ഹരിച്ചു നോക്കാം. 25/12 എത്ര കിട്ടും? 24 വരും. 2 വട്ടം ശിഷ്ടം എത്ര വരും? 1 വരും. ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം നമുക്ക് കിട്ടി ശിഷ്ടം നമുക്ക് കിട്ടി 1. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, അതിന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യുക. മനസ്സിലായെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, പെട്ടെന്ന് ആൻസർ ചെയ്യുക. 18, 15, 6 സംഖ്യ ശിഷ്ടം 18 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം 15 വന്നു. എങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും? ഒരു സംഖ്യയെ 18 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 15 വന്നു എങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ 18 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 15 വന്നു എങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ 18 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 15 വന്നു എങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരും? ഒരു സംഖ്യയെ 18 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 15 വന്നു എങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരും? ശിഷ്ടം എന്ത് വരും? എന്ത് ചെയ്താൽ മതി? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ? ആദ്യം 18 കൊണ്ട് ഹരിച്ചു, പിന്നെ 6 കൊണ്ട് ഹരിച്ചു. ഉറപ്പായിട്ടും 18ന്റെ ഘടകമായിരിക്കും അവിടെ വരുന്നത്, ഈ രണ്ടാമത് വരുന്നത്. 18ന്റെ ഘടകമാണല്ലോ 6, 18ന്റെ ഘടകമാണല്ലോ 6. അങ്ങനെ ഘടകമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സംഖ്യയെ വീണ്ടും 18 കൊണ്ട് ഹരിച്ചപ്പോൾ 15ആണ് ശിഷ്ടം വന്നത്. ഇനി ആ സംഖ്യയെ വീണ്ടും 6 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. പകരം എന്തിനെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി? ഈ ശിഷ്ടം വന്ന 15നെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി. അതായത് 15/6 മാത്രം എടുത്താൽ മതി. എത്ര കിട്ടും? 2 വട്ടം 12 ശിഷ്ടം 3. ശിഷ്ടം എത്ര കിട്ടി? ശിഷ്ടം 3 കിട്ടി.
മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ എന്നാലും ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഏകദേശം തീർന്നു. ഇനി ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ചില യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴത്തേക്ക് വേറെ കുറെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കാണാം. പക്ഷെ അതൊന്നും ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിനകത്ത് വരുന്നില്ല. അതൊക്കെ വേറെ ടോപ്പിക്കുകൾ വരുന്നതാണ്. ഇപ്പൊ എക്സാമ്പിള് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചില ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സമാന്തര ശ്രേണിയിൽ വരുന്നതാണ്. അതൊക്കെ അത് നമ്മൾ സമാന്തര ശ്രേണി പഠിക്കുമ്പോൾ പഠിക്കും. അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ കൃത്യംഗങ്ങളുണ്ട്. അതൊക്കെ പ്രത്യേകം പ്രത്യേകം നമ്മൾ ടോപ്പിക്കുകളായിട്ട് നമ്മൾ പഠിക്കും. മനസ്സിലായില്ലേ? സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നതിനകത്ത് ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ തൽക്കാലം അത്ര നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.